കൊപ്പം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പുലാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ജനങ്ങൾ രംഗത്ത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കോറിയിൽ അനധികൃതമായി വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടാതെ കാലാവസ്ഥ മോശമായ സാഹചര്യത്തിലും കോറിയിൽ പാറ പൊട്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന ചളമ്പ്ര കുന്നിന്റെ സമീപത്താണ് കോറി പ്രവർത്തിക്കുന്നത്. നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചത്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. കൊപ്പം പഞ്ചായത്തിലെ 1-ാം വാർഡ് പുലാശ്ശേരിയിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരിങ്കൽ കോറി ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള മഴയുടെ ഭീഷണി നേരിടുന്ന ഈ സമയത്താണ് ഇവിടെ നാട്ടുകാർ സമീപവാസികൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസറും ഞാനും അതുപോലെ വാർഡ് മെമ്പറും ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ഈ കോറിയിൽ വളരെയധികം വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഇത് ഈ കാലവർഷത്തിൻ്റെ ഈ കെടുതികൾ നിൽക്കുമ്പോഴും അനധികൃതമായി ഇവിടെ കല്ല് പൊട്ടിക്കുന്നതായും ഇവിടെ വലിയ ആക്ഷേപങ്ങൾ ജനങ്ങൾ പറയണ്ടായി. ഇത് ഗൗരവമാണ്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശമാണ് ഇവിടെ ചളമ്പ്രക്കുന്ന് ഈ രാജലോർമലയുടെ ഭാഗം. അതിനോട് സമീപിച്ചാണ് ഈ കോറി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2 കോളനിയിലെ 7 കുടുംബങ്ങളെ നമ്മൾ അവിടെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇവിടുത്തെ ആളുകൾ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുകയാണ്. ഈ കോറിയിൽ വെള്ളം വലിയ രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ ആ വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കാനും ഈ കുഴികളൊക്കെ നികത്തി ഈ പ്രശ്നം ഒഴിവാക്കാനും അതുപോലെ തന്നെ ഈ മഴക്കെടുതിയുടെ ഈ സമയത്ത് തന്നെ അനധികൃതമായി കരിങ്കൽ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാനും ബന്ധപ്പെട്ട ഇതിൻ്റെ ഉടമസ്ഥരോട് കർശനമായി പറയും. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകൂ എന്നാണ് ഞങ്ങളിവിടെ വന്ന് പരിശോധിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പുറമെ വില്ലേജ് ഓഫീസർ അലി, വാർഡ് മെമ്പർ അഭിലാഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം.